എണീറ്റ് ആമ്പാ. ഹായ് ഫ്രണ്ട്സ്, KL39 പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് പറമ്പിക്കുളത്താണ്. 15 കിലോമീറ്ററോളം കാട്ടി പോയിട്ടുള്ളൊരു ട്രക്കിംഗ് ആണ്. ഇതിനെ പക്മാർ ട്രെയിൽ എന്ന് പറയും. നമ്മൾ സെക്കൻഡ് ടൈമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളൊക്കെ പോകാം. ഇവിടെ എങ്ങനെ വന്നം, ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ബുക്ക് ചെയ്യണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ മുന്നിലത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് പോകുന്നത്. 4 പേര് നമ്മൾ സുഹൃത്തുക്കളും, ഒരാൾ ഫോറസ്റ്റിൻ്റെ സ്റ്റാഫുമാണ്. സെൽവഞ്ചേട്ടനാണ്. നമ്മുടെ സ്ഥിരം എല്ലാ വീഡിയോയിലും നമ്മൾ സെൽവഞ്ചേട്ടൻ്റെ കൂടെ തന്നെയാണ് പോകാറുള്ളത്. അതാ നമ്മൾ ഡാമിൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക് എത്തി. ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് ഉൾക്കാട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മുടെ ഒരു ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ സെക്കൻഡുള്ളിൽ തന്നെ നമുക്കൊരു കൂട്ടം ആനകളുടെ വിഷ്വൽസാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോഴാണ് നമുക്കിവിടെ ഈ കാടിൻ്റെ ഉള്ള ആനക്കൂട്ടം കാണാൻ സാധിച്ചത്. ഇതിനൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ കൊമ്പനാനകളില്ല. ചെറിയ കുട്ടിയാനകളടക്കം വലിയ പെണ്ണാനകൾ, അതായത് ഫീമെയിൽ ആയിട്ടുള്ള ആനകളാണ് കൂടുതലും. കുട്ടിയാനകൾ ഏകദേശം മാസങ്ങളോ ആഴ്ചകളോ പ്രായമുള്ളതെന്നാണ് നമ്മുടെ സെൽവഞ്ചേട്ടൻ പറഞ്ഞത്. എന്തായാലും അവരുടെ ഒരുപാട് കളികളും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടി. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ആനകൾക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന സസ്തനങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലം നമ്മുടെ ആനകൾക്കാണ്. ആഫ്രിക്കൻ ആനകളുടെ ഗർഭകാലം എന്ന് പറയുന്നത് 22 മാസവും ഏഷ്യൻ ആനകൾക്കാണെങ്കിൽ 18 മുതൽ 22 മാസം വരെ. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു കണക്ക് പ്രകാരം 2 വർഷം വരെയാണ് അതിൻ്റെ ഒരു ടൈം വരുന്നത്. നമ്മുടെ പിടിയാനകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ടൈമിനാണ് പൂർണ്ണമായിട്ടും സെക്ഷൽ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നൊരു പ്രായം. സാധാരണഗതിയിൽ 13ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഗർഭം ധരിക്കുന്ന ഒരു ആനയ്ക്ക് 55 മുതൽ 60 വയസ്സ് വരെ പ്രസവിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണ ഒരു പിടിയാനയുടെ പ്രസവ ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് മുതൽ 11 മണിക്കൂർ വരെ ആവാം. ചില സാഹചര്യങ്ങളിൽ അത് 60 മണിക്കൂർ വരെ നീണ്ടുപോകുന്നതാണ്. സാധാരണഗതിയിൽ ഒരു പ്രസവത്തിൽ ഒരു കുട്ടിയാണ് ഉണ്ടാകാറുള്ളത്. വളരെ റെയറായിട്ട് മാത്രമാണ് ഇരട്ടക്കുട്ടികൾ ഉണ്ടാകുന്നത്. പിന്നെ പ്രസവ സമയത്ത് ഒരു കുട്ടിയാനയ്ക്ക് 90 മുതൽ 115 കിലോ വരെ ഭാരമുണ്ടാവാം. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആനകളെല്ലാം തന്നെ ഒറ്റ ഫ്രെയിമിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ട്രക്കിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകളും ഒരുപാട് പുതിയ പുതിയ അറിവുകളും കിട്ടും. അപ്പോൾ നിങ്ങളും ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുക. പിന്നെ ഫാമിലിയായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പ്രായപരിധി 15 വയസ്സാണ്. അതിൽ താഴെയുള്ള കുട്ടികളായിട്ട് നമുക്ക് ഇതുപോലത്തെ ട്രക്കിങ്ങിനൊന്നും വരാൻ പറ്റില്ല. അതെല്ലാവരും ശ്രദ്ധിക്കുക. വരുന്നവർ ഫുഡ്, വെള്ളം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഷൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ധരിക്കാൻ ശ്രമിക്കണം. കാരണം കല്ലും മുള്ളും ഒരുപാട് മറ്റുള്ള ആനിമൽസൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ട്രക്കിങ്ങിന് പോകാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ ഇപ്പോൾ നടന്നിട്ടുണ്ട്. എന്തായാലും ഇതുവരെ നമുക്ക് ടയറിൻ്റെ സൈറ്റും കിട്ടിയിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട്. നമുക്ക് നല്ല ലോങ്ങിൽ നിന്നൊരു
ലെപ്പേഡിൻ്റെ ഒരു വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആൾ നമ്മളെ തന്നെ നോക്കുകയാണ്. ജസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. നോക്ക്, മൂവ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മൾ പുള്ളിപ്പുലിനെ കണ്ടതിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ഈ ഒരു കില്ലിങ് കിട്ടിയത്. ഇതൊരു മ്ലാവിൻ്റെ ഒരു ഡെഡ് ബോഡിയാണ്. എന്തായാലും അതിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ അത്യാവശ്യം ആനിമൽസ് കഴിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ട്രെക്കിങ് വരാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരുടെ പ്രേരണയോ അല്ലെന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമൊന്നും വഴങ്ങി വരരുത്. കാരണം കാടിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റാഫുകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനുസരിക്കാനുള്ള ഒരു ക്ഷമയും കൂടി നമ്മൾ കാണിക്കണം. കാരണം കാടാണ്, അതുപോലെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ആപത്തുകളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സഹിക്കാനും അതുപോലെ തന്നെ ക്ഷമയോടുകൂടി തന്നെ മൂവ് ചെയ്യാനുള്ളൊരു ബാധ്യതയും കൂടി നമുക്കുണ്ട്. അതെല്ലാവരും ഇതുപോലത്തെ യാത്രയിൽ ശ്രദ്ധിക്കേണ്ടതാട്ടോ. നമ്മളെ മ്ലാവ് കണ്ടിട്ട് പേടിച്ച് നിൽക്കുന്ന സീന കാണുന്നത്. വളരെ ചെറിയ കുഞ്ഞാട്ടോ ഇത്. ഇങ്ങനെ ട്രെക്കിങ്ങിന് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനിമൽസിനെ കാണുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. കാടിനെ അറിയാനും കാടിലെ മറ്റു പല കാര്യങ്ങൾ അറിയാനും നമുക്ക് സാധിക്കും. കാരണം നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ കാഴ്ചകളും അതിൽ കിട്ടുന്ന അനുഭവങ്ങളും വെവ്വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറേ ദൂരമൊക്കെ നടന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ സൈഡിലേക്ക് വരുന്നു. നമ്മുടെ മുന്നിലത്തെ വീഡിയോയിലും ഈ ഒരു ചെക്ക് ഡാമും അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. www.parambikulam.org എന്നൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും. എല്ലാവരും ചെക്ക് ചെയ്യുക. ഇവിടെ വന്നുണ്ട്, ഇവിടെ ചാടുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണ നേരത്ത് ആ ഒരു സൈഡിൽ നിന്ന് ആനയുടെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് എൻ്റെ സൗണ്ട് കേട്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കാട്ടിലേക്ക് പോയി നോക്കാം. എന്തായാലും കാട് നല്ല ഡ്രൈ ആയതുകൊണ്ട് നമ്മുടെ കാലിൻ്റെയൊക്കെ സൗണ്ട് കേട്ടിട്ട് ആനകൾ അപ്പം തന്നെ അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടോ. ജസ്റ്റ് ഒന്ന് കാണാനേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, മറക്കരുതേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയയ്ക്കുക. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും വിഷ്വൽസും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കാണാത്തവരുടെ കണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പറമ്പിക്കുളത്ത് ഏകദേശം 3 ടൈപ്പ് ട്രക്കിംഗ് ഉണ്ട്. കൂടാതെ ജംഗിൾ സഫാരിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സഫാരി ചൂസ് ചെയ്യാം. ഫ്രണ്ട്സും അല്ലെന്നുണ്ടെങ്കിൽ മുതിർന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രക്കിങ്ങും എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളൊരു ട്രക്കിങ്ങൊക്കെ അവസാനിക്കാവുന്നൊരു ടൈമായപ്പോൾ നമുക്ക് 2 കൊമ്പനാനകളെ കണ്ടു. ഇതുവരെ നമുക്ക് കിട്ടിയതെല്ലാം പിടിയാനകളായിരുന്നു.
എന്തായാലും അവസാന നിമിഷമാണ് നമുക്ക് ഈ 2 അടിപൊളി കൊമ്പന്മാരെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ട്രെക്കിംഗ് ടൈമൊക്കെ അവസാനിക്കാറായി. മോർണിംഗ് ഒരു 9 മണിക്കാണ് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയോളം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ റിട്ടേൺ പോരുവാണ്. പോകുന്ന വഴി കണ്ട കാഴ്ചകളൊക്കെയാണ് ഇതെല്ലാം. പറമ്പിക്കുളം വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. പറമ്പിക്കുളം നമ്മുടെ കേരളത്തിൻ്റെ ഭാഗം തന്നെയാണെങ്കിലും പറമ്പിക്കുളം വന്നെന്നുണ്ടെങ്കിൽ തമിഴ്നാട് വഴി വേണം നമുക്ക് കേരളത്തേക്ക് കിടക്കാനായിട്ട്. ആദ്യം നമ്മൾ കേരളത്തിൽ നിന്നും നേരെ തമിഴ്നാട്ടിലേക്ക് കയറും, തമിഴ്നാട്ടിൽ നിന്ന് വീണ്ടും കേരളത്തിലേക്ക് കയറും. അങ്ങനെയാണ് നമ്മുടെ പറമ്പിക്കുളത്തേക്ക് വരുന്ന ഒരു എൻട്രൻസ് കിടക്കുന്നത്. സേതുമട എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റാണ് നമ്മൾ ആദ്യം കിടക്കേണ്ടത്. അത് കൃത്യം 7 മണിക്ക് തന്നെ ആ ഒരു ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവും. സേതുമട ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഒരു എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ ക്യാമറയുടെയും ചെറിയൊരു ഫീസ് അവിടെ അടയ്ക്കേണ്ടതാണ്. പിന്നെ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതൊരു ഡ്രൈ ലാൻഡാണ്, മദ്യമൊന്നും കയറ്റാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് അവർ വണ്ടിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതുകൊണ്ട് ആൽക്കഹോൾ ഇങ്ങോട്ട് കയറ്റാതിരിക്കുക. പിന്നെ 2 വീലറും ഇങ്ങോട്ട് അലൗഡ് അല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, സേതുമട ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ നേരിട്ട് ക്യാഷ് ഒന്നും അവർ കളക്ട് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ATM കാർഡ് വഴിയാണ് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ATM കാർഡ് എന്തായാലും മസ്റ്റായിട്ട് കയ്യിലുണ്ടാവണം. എന്തായാലും നമുക്ക് വീണ്ടും ഒരു ഭാഗ്യമുണ്ട്, നമ്മുടെ ഒരു ട്രക്കിങ്ങിൻ്റെ സമയത്തൊന്നും നമുക്ക് ഇതുപോലെ കാട്ടീനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. നമ്മുടെ തിരിച്ചിറങ്ങുന്ന സമയത്ത് കിട്ടിയൊരു മനോഹരമായൊരു കാഴ്ചയും കൂടിയാണിത്. അപ്പോൾ നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ഇങ്ങനെ പശുവൊക്കെ മേഞ്ഞിട്ട് വൈകിട്ടാകുമ്പോൾ വീട്ടിലേക്കൊക്കെ പോലെ, അതുപോലെ അവർ തീറ്റയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ പറമ്പുകുളം കാടിൻ്റെ ഭാഗത്തായിട്ട് കയറുവാണ്. ഇങ്ങനെ നമ്മൾ കാടിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് പിടിയുന്ന ആനിമൽസിനെയൊക്കെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും പാനിക്കാവാതിരിക്കുക. കാരണം ആരാണെങ്കിലും ചെറിയൊരു ഭയം ഉള്ളിലുണ്ടാവും. ആ സമയത്ത് നമ്മൾ ആക്സിഡൻറ്റിലൊക്കെ ചവിട്ടി വണ്ടി റേസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആനിമലിന് ചിലപ്പോൾ അത് ദേഷ്യം വരാം, അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹോണൊന്നും അടിച്ച് അവരെ പേടിപ്പിക്കാതിരിക്കുക. ഈ 2 കാര്യങ്ങളൊക്കെ നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കുക. പിന്നെ പറമ്പിക്കുളത്തൊരു പ്രത്യേകിച്ചാണെങ്കിൽ നമ്മൾ മോർണിംഗ് 7 മണിക്കാണ് നമ്മുടെ ഒരു എൻട്രൻസ് അവിടെ ഓപ്പൺ ആവുന്നത്. അതുപോലെ തന്നെ ഈവനിങ് 6 മണിക്ക് ശേഷം നമ്മൾ അവിടുന്ന് എക്സിറ്റ് ആയിക്കൊള്ളണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റ് അടയ്ക്കും. അതുകൂടി ശ്രദ്ധിക്കുക. അങ്ങനെ ഈ കാണുന്ന ആനേൻ്റെ സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് നമുക്ക് സേതുമട ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ എല്ലാ ആനിമൽസിനെയും കാണാനുള്ളൊരു സന്ദർഭം കൂടിയുണ്ട്. എപ്പോഴും അത് കാണുന്നില്ല, നമ്മൾ ലെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആനിമൽസിനെയൊക്കെ ആ കയറി വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇറങ്ങി പോകുന്ന സമയത്തോ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കരുതേ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ.